ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ഇസ്രയേലും. ഇരു രാജ്യങ്ങളും വളരെ സൗഹൃദത്തിലുമാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇരു രാജ്യങ്ങളുടെയും ആയുധങ്ങളും അതുപോലെ തന്നെ സൈനിക ശക്തിയും കമ്പയർ ചെയ്യുക എന്നതാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധമോ ഒരു ഏറ്റുമുട്ടലോ ഉണ്ടാവുകയാണെങ്കിൽ ഏത് രാജ്യത്തിനായിരിക്കും വിജയ സാധ്യത എന്നുമാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും തന്നെ ഇതിന്റെ ഉത്തരം അറിയാമായിരിക്കും. എങ്കിലും വീഡിയോയിലേക്ക് കടക്കാം. അമേരിക്കയിലെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 33 കോടിയോളമാണ്. ഇസ്രയേലിന്റെ ആണെങ്കിൽ ജനസംഖ്യ ആകെ അത് 84,24,904 മാത്രമാണ്. അമേരിക്കയുടെ അവൈലബിൾ മാൻ പവർ എന്ന് പറയുന്നത് 14,48,72,845 ആണ്. എന്നാൽ ഇസ്രയേലിന്റെ അവൈലബിൾ മാൻ പവർ എന്ന് പറയുന്നത് 36,47,983 ആണ്. അമേരിക്കയിൽ മിലിറ്ററി സർവീസിന് ഫിറ്റ് ആയിട്ടുള്ളവർ തന്നെ 11,96,64,970 പേരാണ്. അതേ സ്ഥാനത്ത് ഇസ്രയേലിന്റെ മിലിറ്ററിക്ക് സർവീസിന് ഫിറ്റ് ആയിട്ടുള്ളവർ ഏതാണ്ട് 30,27,826 ആണ്. അമേരിക്കയുടെ ആകെ മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ എണ്ണം എന്ന് പറയുന്നത് 21,41,900 പേരാണ്. അതേ സ്ഥാനത്ത് ഇസ്രയേലിന്റെ ആകെ മിലിറ്ററി ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് 6,15,000 പേരാണ്. അമേരിക്കയില് ആക്റ്റീവ് ആയിട്ടുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ എണ്ണം എന്ന് പറയുന്നത് 12,81,900 പേരാണ്. റിസർവിലുള്ളതാണെങ്കിൽ 8,60,000 പേരും. അതേ സ്ഥാനത്ത് ഇസ്രയേലിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ എണ്ണം 1,70,000 പേരും റിസർവിലുള്ളത് 4,45,000 പേരുമാണ്. അമേരിക്കയുടെ ആകെ എയർക്രാഫ്റ്റ് സ്ട്രെങ്ത് 13,398 എണ്ണമാണ്. ലോകത്തിൽ ഇത് 1-ാം സ്ഥാനത്താണ് അമേരിക്കയ്ക്കുള്ളത്. അതേ സ്ഥാനത്ത് ഇസ്രയേലിന്റെ ആകെ എയർക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് 595 എണ്ണമാണ്. ലോകത്തിൽ ഇത് 18-ാം സ്ഥാനമാണ്. ഇനി അമേരിക്കയുടെ ഫൈറ്റേഴ്സിന്റെ എണ്ണമാണെങ്കിൽ 2,362 എണ്ണമാണ് അവർക്കുള്ളത്. ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനമാണ് ഈ കാര്യത്തിലും അമേരിക്കയ്ക്ക്. ഇസ്രയേലിന്റേതാണെങ്കിൽ ഫൈറ്റേഴ്സ് 253 എണ്ണമാണ് ഉള്ളത്. ലോക റാങ്കിങ്ങിൽ അവർ 11-ാം സ്ഥാനത്താണ്. അമേരിക്കയുടെ കൈവശം ഏതാണ്ട് 2,831 അറ്റാക്സ് ആണുള്ളത്. അതിലും അവർ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. അതേ സ്ഥാനത്ത് ഇസ്രയേലിന്റെ പക്കൽ 253 എണ്ണമേ ഉള്ളൂ. ഇസ്രയേൽ ലോക റാങ്കിങ്ങിൽ 13-ാം സ്ഥാനത്താണ്. ഇനി ട്രെയിനേഴ്സിന്റെ എണ്ണം എടുത്താലും അമേരിക്ക തന്നെയാണ് 1-ാം സ്ഥാനത്ത്. ഏതാണ്ട് 2,853 ട്രെയിനേഴ്സ് ആണ് അമേരിക്കയുടെ പക്കലുള്ളത്. ഇസ്രയേലിന്റെ കയ്യിലാണെങ്കിൽ അത് 153 എണ്ണമേ ഉള്ളൂ. ലോക റാങ്കിങ്ങിൽ 20-ാം സ്ഥാനം. ആകെ ഹെലികോപ്റ്ററുകളുടെ സ്ട്രെങ്ത് പരിശോധിച്ചാലും അമേരിക്കയുടെ കൈവശം 5,760 എണ്ണമുണ്ട്. ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനമാണ്. എന്നാൽ ഇസ്രയേലിന്റെ കൈവശം 146 എണ്ണമേ ഉള്ളൂ. ലോക റാങ്കിങ്ങിൽ അവർ 32-ാം സ്ഥാനത്താണ്. ഇനി അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ആണെങ്കിൽ അമേരിക്കയുടെ കൈവശം 971 എണ്ണമുണ്ട്. ലോക റാങ്കിങ്ങിൽ ഇത് 1-ാം സ്ഥാനമാണ്. എന്നാൽ ഇസ്രയേലിന്റെ കൈവശം 48 എണ്ണമാണുള്ളത്. ലോക റാങ്കിങ്ങിൽ അവർ 13-ാം സ്ഥാനത്തുമാണ്. ആകെ ടാങ്കുകളുടെ എണ്ണം പരിശോധിച്ചാൽ അമേരിക്കയുടെ കൈവശം 6,287 ടാങ്കുകളുണ്ട്. ലോക റാങ്കിങ്ങിൽ അവർ 3-ാം സ്ഥാനത്താണ്. എന്നാൽ ഇസ്രയേലിന്റെ കൈവശം ടാങ്കുകൾ 2,760 എണ്ണമാണുള്ളത്. ലോക റാങ്കിങ്ങിൽ അവർ 8-ാം സ്ഥാനത്താണ്. ഇനി ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസ് എടുക്കുകയാണെങ്കിൽ അമേരിക്കയുടെ കൈവശം 39,223 എണ്ണമാണുള്ളത്. ലോകത്ത് ഇത് 3-ാം സ്ഥാനമാണ് അമേരിക്കയ്ക്ക്. അതേ സ്ഥാനത്ത് ഇസ്രയേലിന്റെ കൈവശം 6,541 എണ്ണമുണ്ട്. ഇസ്രയേൽ 10-ാം സ്ഥാനത്തുമാണ് ലോക റാങ്കിങ്ങിൽ. സ്വയം ചലിക്കുന്ന പീരങ്കികൾ അമേരിക്കയുടെ കൈവശം 992 എണ്ണമാണ് ഉള്ളത്. ഇസ്രയേലിന്റെ കൈവശം അത് 650 എണ്ണമാണ്. അതുപോലെ തന്നെ റോക്കറ്റ് പ്രൊജക്ടേഴ്സ് അമേരിക്കയുടെ കൈവശം 1,056 എണ്ണമുണ്ട്. ഇസ്രയേലിന്റെ കൈവശം 150 എണ്ണവുമാണ് ഉള്ളത്. ആകെ നേവി അസറ്റുകൾ പരിശോധിച്ചാൽ അമേരിക്കയുടെ കൈവശം 415 എണ്ണമുണ്ട്. അതേസമയം ഇസ്രയേലിന്റെ പക്കൽ അത് 65 എണ്ണമേ ഉള്ളൂ. അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് കാരിയറുകൾ അമേരിക്കയുടെ കൈവശം 24 എണ്ണമുണ്ട്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. അതേസമയം ഇസ്രായേലിന് എയർക്രാഫ്റ്റ് കാരിയർ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ ഡിസ്ട്രോയറുകളും ഇസ്രായേലിന്റെ പക്കലില്ല. അമേരിക്കയുടെ കൈവശം 68 ഡിസ്ട്രോയറുകളുണ്ട്. അതുപോലെ മുങ്ങിക്കപ്പൽ അമേരിക്കയുടെ കൈവശം 68 എണ്ണമുണ്ട്. ഇസ്രായേലിന്റെ കൈവശം അത് 6 എണ്ണമേ ഉള്ളൂ. പെട്രോൾ വെസൽസ് അമേരിക്കയുടെ കൈവശം 13 എണ്ണമുണ്ട്. ഇസ്രായേലിന്റെ കൈവശം 37 എണ്ണമുണ്ട്. അതുപോലെ മൈൻ വാർഫെയർ അമേരിക്കയുടെ പക്കൽ 11 എണ്ണമുണ്ട്. ഇസ്രായേലിന്റെ പക്കൽ ഒന്നുപോലുമില്ല. ഇതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മിലിറ്ററികൾ തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ
മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേലിനേക്കാൾ ഏതാണ്ട് 10 ഇരട്ടിയോളം ശക്തമായിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. ഇനി ഡിഫൻസ് ബഡ്ജറ്റിന്റെ കാര്യമെടുത്താൽ ഏതാണ്ട് 716 ബില്യൺ US$ അമേരിക്കയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിഫൻസ് ബഡ്ജറ്റ് ഉള്ള ഒരു രാജ്യവും അമേരിക്ക തന്നെയാണ്. അതേസമയത്ത് ഇസ്രായേലിന്റെ ആകെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് 19 ബില്യൺ US$ 19ഉം അതുപോലെ തന്നെ 716ഉം തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ആയുധ ശക്തിയിലും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ളത്. വളരെ സമ്പന്നവും അതിശക്തവുമായിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ഒരു ഇരയെ അല്ല ഇസ്രായേൽ. എന്നാലും ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ സൗഹൃദത്തിലാണ്. ഇസ്രായേലിന്റെ പക്കൽ ഒരുപാട് ആധുനികമായിട്ടുള്ള ആയുധങ്ങളുണ്ട്, ശക്തമായിട്ടുള്ള കഴിവുറ്റ ഗവേഷകരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഒട്ടും വില കുറച്ച് കാണുകയില്ല. എന്നാൽ അമേരിക്കയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇസ്രായേൽ ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.